നമ്മുടെ ഐഫോൺ 17 പ്രോ കൊടുത്തിട്ട് നമ്മൾ ഈ സാംസങ്ങിൻ്റെ ഗാലക്സി S26 അങ്ങനെ മേടിച്ചു. ഇല്ല കേട്ടോ, നമ്മൾ ഐഫോൺ 17 പ്രോ നമ്മൾ കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു S26 അൾട്ര, നമ്മുടെ ഏറ്റവും പുതിയ S26 അൾട്ര നമ്മൾ വന്നപ്പോൾ അതെടുത്തതാണ്. നമ്മളപ്പോൾ നമ്മുടെ പുതിയ S26 അൾട്രേൻ്റെ നമ്മുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനും അൺബോക്സിങ്ങും അതുപോലെ ഇതുമായിട്ട് നമ്മുടെ ഒരു ഐഫോണുമായിട്ടുള്ളൊരു ക്വിക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടി ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ പറഞ്ഞു കിട്ടാതെ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങിലേക്ക് പോകാം. ആദ്യം അൺബോക്സ് ചെയ്യാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ബാക്കിൽ ഫുൾ സ്ട്രിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഈ ഫുൾ സ്ട്രിപ്പ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവും. ഫുൾ സ്ട്രിപ്പ് ജസ്റ്റ് വലിക്കാം. രണ്ടും വലിച്ചു കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയൊരു സംഭവമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഈ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ എഴുതേക്കുന്ന കാണാൻ പറ്റും നമുക്ക്, പ്രിൻറ്റഡ് വിത്ത് സോയ് കളർ എന്നുള്ള സോയ് ഇങ്ക് എന്നുള്ള ഒരു ഇത് നമ്മൾ എഴുതേക്കുന്ന ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരെന്തായാലും കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ അവർ പാക്ക് ചെയ്തേക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ മോഡൽ. ഇതിനകത്ത് വേറെ ഒരു സാധനം തന്നെ ഇതിനകത്ത് വരുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ പുതിയ S26 അൾട്ര വരുന്നത്. മേൽവശം സൈഡ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നമ്മുടെ ഇപ്പുറ സൈഡിലാണ് ഇതിൻ്റെ ഒരു വോളിയം റോക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അടിയിലായിട്ട് USB ടൈപ്പ് സിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു സിമ്മിൻ്റെ ആ ഒരു പോർട്ട് ഇവിടെ വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ ഗ്രില്ല് താഴെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പെന്ന് എസ് പെന്ന് വരുന്നുണ്ട്. എസ് പെന്നൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, സ്ലിം ആൻഡ് കുറച്ചും കൂടെ സ്ലീക്ക് ആക്കിയിട്ടുണ്ട് അവർ. എന്തായാലും നമുക്ക് അതെടുത്ത് തിരിച്ചു വെക്കാം. അപ്പം നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പാക്കേജിങ് വരുന്നുണ്ട്. ഈ പാക്കേജിങ്ങിനകത്താണ് നമ്മുടെ ചെറിയ സിം ഇജക്റ്റിംഗ് ടൂള് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് പേപ്പർ വർക്കുകൾ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ആ ഒരു കേബിളും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു ബ്രേഡഡ് ഒന്നുമല്ല, സാധാ ഒരു USB ടൈപ്പ് C to ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്. ഒക്കെ ഇതിനകത്ത് തന്നെ വെക്കാം. പിന്നെ ഇതേപോലെ അതിൻ്റെ ചെറിയൊരു പേപ്പറും വരുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അപ്പം നമുക്കിത് തിരിച്ച് ഇതിനകത്തോട്ട് വെക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ S26 അൾട്ര വരുന്നത്. നമുക്ക് ഇനി എന്തായാലും ഈ S26 അൾട്രയിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ വരുന്നുണ്ട്. നമുക്കത് പീൽ ഓഫ് ചെയ്യാം. അത് പീൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സ്ലീക്കാണ് ഫോൺ. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. നല്ല സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടാണ് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഈ ഫോൺ അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതുപോലെ ക്യാമറ ഹമ്പ് ആണെങ്കിലും കുറച്ച് ക്യാമറ ഹമ്പ് ഓബ്വിയസ്ലി കുറച്ച് വലുതാണ്. പക്ഷെ അത്രയും നമ്മുടെ ഒരു മുൻപത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ചെറുതായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഡിഫറൻസ്. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് ഐഫോൺ 17 പ്രോയും അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് നമ്മുടെ S26 അൾട്രയാണ്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് മനസ്സിലാൻ പോകുന്നത്. ശരിക്കും ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരേ കളറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ ഒരു ബ്ലൂയിഷ് ടിൻ്റുള്ള ആ ഒരു കളറാണ് വരുന്നത്. 3 ക്യാമറ ഹമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൻ്റെ തിക്നെസ് വരുമ്പോൾ നമുക്ക് ഏകദേശം സ്ലൈറ്റ്ലി നമുക്ക് നമ്മുടെ ഈ ഒരു ഐഫോൺ 17 പ്രോയിലാണ് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു തിക്നെസ്സിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അതുപോലെ ഇൻഹാൻഡ് ഫീൽ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിനാണ് നമ്മുടെ S26 അൾട്രയ്ക്കാണ് എനിക്കൊരു വെയിറ്റ് കുറഞ്ഞൊരു ഫീല് ഇതിനേക്കാളും.
ഓൺ ദ പേപ്പർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കൈ പിടിക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ S26 അൾട്രയാണ് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇത് കുറച്ചും കൂടെ ഹെവിയർ സൈഡാണ്. ഓൺ പേപ്പർ എങ്ങനെയാണെന്ന് ഞാൻ താഴെയോ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. നമ്മളിത് ഓൺ ചെയ്തില്ലായിരുന്നു, നമുക്ക് ഓൺ കൂടെ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ iPhone 17 Pro നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ഓണാക്കി നോക്കാം. എത്ര സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഐഫോണും ഇതും ഓപ്പൺ ആവുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ രണ്ടും ഓഫായിട്ടുണ്ട്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ടും ഓഫാണ്. നമുക്കിനി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഇനീഷ്യൽ ബൂട്ടപ്പാണ്, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ രണ്ടും ഒരേപോലെ ഞെക്കുന്നുണ്ട്. ഐഫോണിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. സാംസങ്ങിൽ ഇനീഷ്യൽ ബൂട്ടപ്പ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഓക്കെ, സാംസങ്ങിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഒരേ സമയമൊക്കെ തന്നെ ആയിരിക്കും. ഇത് ഇനീഷ്യൽ നമ്മളിത് അങ്ങനെ ഞാൻ നോക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഇനീഷ്യൽ ബൂട്ടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. പക്ഷേ ഇത് നമ്മുടെ ഇനീഷ്യൽ ബൂട്ടപ്പ് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. നമ്മളെന്തായാലും ഇത് നമ്മുടെ നമ്മുടെ ആ വെൽക്കം സ്ക്രീൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ബൂട്ടപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്തായാലും ഓഫാക്കിയിട്ട് ഓണാക്കി നോക്കുന്നതായിരിക്കും ആരെയാണ് വിൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയാം. നമുക്കിതെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. വൈഫൈ കണക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ചെറിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യാനുണ്ട്. നമുക്ക് ഇൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് എത്ര പെട്ടെന്നാവും നമുക്ക് നോക്കാം. അപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ ബൂട്ടപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ UR ഓൾ സെറ്റ് എന്നുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിനി ഹോമിലേക്ക് പോവാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ S26 അൾട്രേൻ്റെ നമ്മുടെ ആ ഒരു ഇനീഷ്യൽ സ്ക്രീൻ വരുന്നത്. ടച്ച് റെസ്പോൺസൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് മാത്രം സ്പീഡിൽ ഇത് വർക്കാവുന്നുണ്ട്. നല്ല സ്നാപ്പി ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിതിനകത്ത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ഫേസ്ബുക്കൊക്കെ പോലത്തെയുള്ള ആപ്പുകളെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേർഡ് പാർട്ടി അല്ലാത്ത കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ആവശ്യമില്ലാത്തതൊന്നും തന്നെ കാണാനില്ല. അത്യാവശ്യം ക്ലീൻ ആണ്. അതുപോലെ ബെസൽസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തോട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര തിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ബെസൽസ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിസൈനൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര തിന്നാണ്. അതേ സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അലുമിനിയം ബോഡിയാണ്, അത് വേറെ കഥ. അപ്പോൾ നമ്മൾ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ നമുക്കിത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസും കൂടെ ഞാൻ എന്തായാലും നോക്കട്ടെ. എന്നിട്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഐഫോണുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോഫാർ നമ്മൾ ഇതിൻ്റെ രണ്ടും കൂടി എടുത്തു നോക്കുമ്പോഴത്തേനും ഇത് ഇത് ശരിക്കും പ്രോ മാക്സ് അല്ല. എന്നിട്ട് പോലും ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഡിഫറൻസിൽ എനിക്ക് ശരിക്കും ഇതാണ് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി ക്യാമറേൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എന്തായാലും ഞാൻ നിങ്ങളെ ക്വിക്കായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. പെർഫോമൻസിൽ ഒബ്വിയസ്ലി രണ്ടും രണ്ട് ലീഗാണ്. ഇത് എന്തൊക്കെ പറഞ്ഞാലും ആപ്പിളും
സാംസങ്ങും തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. ഫോട്ടോയിൽ ഐ എം പ്രിറ്റി ഷുവർ ഈ സാധനമായിരിക്കും ഫോട്ടോയിൽ എങ്ങനെ പോയാലും അടിപൊളിയാകാൻ പോകുന്നത്. വീഡിയോയിൽ ഐഫോണിനെ എങ്ങനെ പോയാലും തൊടാൻ പറ്റത്തില്ല. അത് വേറെ ഇതിൻ്റെ എന്താണ് കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ വീഡിയോ വേറെ ലെവലാണ്. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3യിലാണ്. ഓസ്മോ പോക്കറ്റ് 3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഐഫോണ് കിടുക്കനാണ്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണം. അപ്പോൾ ശരിക്കും ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടികളെല്ലാം നടക്കും. പിന്നെ എനിക്കിത് ഔട്ട്ഡോർ കാര്യങ്ങളോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഫോൺ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഓസ്മോ പോക്കറ്റ് 3 എടുത്തത്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഐഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും നടക്കേണ്ടതാണ്. പിന്നെ ബാറ്ററീൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഐഫോൺ 17 Pro ആണെങ്കിൽ എനിക്കൊരു ഫുൾ ഡേ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ നോർമൽ യൂസിൽ നമുക്കിത് ഫുൾ ഡേ കിട്ടുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതും കൂടെ നമുക്ക് ഫുൾ ഡേ കിട്ടേണ്ടതാണ്. ഞാൻ എന്തായാലും ആ ഒരു ലോങ് ടേം എൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ജസ്റ്റ് ഒരു പാട്ടും കൂടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അധികം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. നല്ല ബാലൻസ്ഡ് ആയിട്ട് തന്നെ അതിനകത്ത് നമ്മുടെ ആ പാട്ട് കാര്യങ്ങളൊക്കെ പ്ലേ ആവുന്നുണ്ട്. നല്ല കിട്ടിക്കൻ സൗണ്ട് ക്ലാരിറ്റിയാണ്. നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ അത് ഐഫോണും എവിടെ എത്തത്തില്ല. ഈ ഒരു സാംസങ്ങിൻ്റെ ആ ക്വാളിറ്റി വേറെ തന്നെ ക്വാളിറ്റിയാണ്. നമ്മൾ ഡിസ്പ്ലേ സെറ്റിങ്സിൽ നമുക്ക് ഇതേപോലെ നമുക്ക് പ്രൈവസി ഡിസ്പ്ലേ വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആങ്കിളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലുള്ള ആൾക്കാർക്ക് നമുക്കത് ഇങ്ങനെ നമ്മുടെ ഡിസ്പ്ലേയിൽ എന്തുണ്ടെന്ന് അത് കാണാൻ പറ്റത്തില്ല. അത് നമ്മൾ സാംസങ് ആണ് ആദ്യമായിട്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരുന്നത്. അത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷനിലിടാം. മാക്സിമം പ്രൊട്ടക്ഷനിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു ആംഗിൾ പിടിച്ചാൽ തന്നെ നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. അത് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് രീതിയിൽ നമുക്കത് കിട്ടും. നമുക്കത് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും. അതിൻ്റെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂവിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വരുന്നത് 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് തന്നെ 120 Hz LTPO ഡിസ്പ്ലേ ആണ്. QHD+ ആണ് നമുക്ക് അതിൻ്റെ ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ Gen 5ൻ്റെ നമുക്ക് ചിപ്സെറ്റാണ് വരുന്നത്. 3 nm മൊബൈലിൻ്റെ ചിപ്സെറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ റാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 128 GB വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹയർ എൻഡ്സിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ 16 GB റാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്റ്റോറേജ് ആണെങ്കിലും ഇതിൻ്റെ ബേസ് തുടങ്ങുന്നത് 256 തുടങ്ങി നമുക്ക് 1 TB വരെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ മേടിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 512 GB ഇന്റേണൽ മെമ്മറി ഉള്ള വേർഷനാണ്. അതുപോലെ ക്യാമറ നമുക്ക് ഇതിനകത്തോട് വരുമ്പോഴത്തേനും 200 MP ഒരു f1.4 അപ്രൈച്ചറുള്ള കുറച്ചും കൂടെ എന്താ പറയുക ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ കൂടുതലുള്ള ഒരു എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് 50 MP നമുക്ക് മെഗാപിക്സലിൻ്റെ ഒരു പെറിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ 5x 3x നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ അൾട്രാവൈഡ് വരുന്നതും 50 MP വേറൊരു ലെൻസും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ വരുന്നത് ഫോക്കൽ ലെങ്ത് ഏകദേശം 1.9 ആണ് വരുന്നത്. അതായത് നമുക്ക് അൾട്രാവൈഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാറ്ററി വരുന്നത് നമുക്ക് 5000 mAh ബാറ്ററി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് 60 wattsലാണ് നമുക്ക് വയർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ വയർലെസ് ആയിട്ട് 15 watts നമുക്ക് വയർലെസ്ലി നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഭയങ്കര സ്പീഡൊന്നും അല്ല നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. അതിനകത്ത് UI വേർഷൻസ് 8.1 ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ടിട്ട് ഏതാണ് നിങ്ങൾ വാങ്ങുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മുടെ ഒരു ഇനീഷ്യൽ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ലോങ് ടേം റിവ്യൂവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു.